പുതുതലമുറയുടെ സമഗ്ര വളർച്ചയ്ക്കായി സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾ മുള്ളൂർക്കര 2025-26 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോൺടാക്ട് 9562482835. പുണ്യ പൂങ്കാവനത്തിൽ 2000 തെച്ചിത്തൈകൾ നട്ട് ഭക്തൻ. ശബരിമലയിൽ അയ്യപ്പ ഭഗവാന് പൂജാപുഷ്പങ്ങൾ ഒരുക്കാൻ വടക്കാഞ്ചേരി പാർലിക്കാട് സ്വദേശി ഡോക്ടർ ഐശ്വര്യ സുരേഷാണ് സന്നിധാന പരിസരങ്ങളിലായി മികവിന്റെ പുഷ്പോദ്യാനം ഒരുക്കിയത്. ദർശന പുണ്യത്തിനായി ഭക്തജന ലക്ഷങ്ങളെത്തുന്ന ശബരിമലയിൽ ദേവഹരിതം എന്ന പേരിലാണ് പൂന്തോട്ടം ഒരുക്കിയത്. 2 ദിവസം മുൻപ് സഹോദരി പുത്രൻ പ്രദീപ് കണ്ണൻ, സുഹൃത്തുക്കളായ ജയൻ, ഷിജു എന്നിവരോടൊപ്പം എത്തിയാണ് ദേവസ്വം അധികൃതരോടൊപ്പം ഐശ്വര്യ സുരേഷ് തൈനടിയിൽ പൂർത്തിയാക്കി മടങ്ങിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത്, ദേവസ്വം മെമ്പർ അഡ്വക്കേറ്റ് അജിത് കുമാർ, ദേവസ്വം കമ്മീഷണർ CV പ്രകാശ്, ചീഫ് എഞ്ചിനീയർ രഞ്ജിത്ത് ശേഖർ, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീനിവാസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബിജു വി നാഥ് എന്നിവർ ചേർന്നാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. 45 ദിവസങ്ങൾ കൊണ്ട് വിളവെടുക്കാവുന്ന ഹൈബ്രിഡ് ഇനം തെച്ചിത്തൈകൾക്കൊപ്പം മുല്ല, ഗണപതി നാരങ്ങ എന്നിവയുടെ തൈകളും നട്ടുപിടിപ്പിച്ചു. ചെടികളുടെ പരിപാലനം ദേവസ്വം ജീവനക്കാരും ഏറ്റെടുത്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ തരിശു കിടക്കുന്ന ഭൂമികളിൽ പുഷ്പങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഉദ്യാനം ഒരുക്കുന്ന പ്രവർത്തനം സുരേഷ് ഏറ്റെടുത്തത്. മുൻപ് പാലിക്കാട് സ്വന്തം സ്ഥലത്ത് തൃശൂർ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങൾക്കായി സൗജന്യമായി പുഷ്പങ്ങൾ നൽകാൻ സുരേഷ് ഒരുക്കിയ പുഷ്പോദ്യാനവും വലിയ ശ്രദ്ധ നേടിയിരുന്നു. പാലക്കാട് നിന്നും ആദ്യ പൂക്കുട ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കായി ഏറ്റുവാങ്ങാൻ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് എത്തിയതും ഭക്തന്റെ ആത്മസമർപ്പണത്തിന് ലഭിച്ച വലിയ അംഗീകാരമായി. തുടർന്നാണ് ശബരിമലയിലും ഉദ്യാനമൊരുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബിജു വി നാഥിനെ സമീപിച്ചത്. വിശ്വാസപുണ്യം മുറുകെ പിടിച്ച ഭക്തന് പൂർണ്ണ പിന്തുണ നൽകി ഉദ്യോഗസ്ഥനും മറ്റ് ദേവസ്വം അധികൃതരും ഉൾപ്പെടെ നിലകൊണ്ടതോടെ പുണ്യ പൂങ്കാവനത്തിൽ പുതുചരിത്രവും പിറന്നു. കാനനവാസന് പൂജാപുഷ്പങ്ങൾ ലഭ്യമാക്കാൻ പൂന്തോട്ടം ഒരുക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായി കാണുന്നതായി ഐശ്വര്യ സുരേഷ് പറയുന്നു. നിർധന വിഭാഗങ്ങൾക്ക് കരുതലൊരുക്കിയും അശരണർക്ക് ആശ്രയമേകിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും നിറസാന്നിധ്യമാണ് ഈ വടക്കാഞ്ചേരി സ്വദേശി. PCB ന്യൂസ്, വടക്കാഞ്ചേരി.